അബോധാവസ്ഥയിലായിരുന്നു ഇപ്പോഴേക്ക് രക്ഷിച്ച ശേഷം പറയുന്നത്. തലയുടെ തൊട്ടു താഴെ വരെ നെഞ്ചുവരെ മൂടിക്കിടക്കുകയായിരുന്നു അയാൾ. ഇടയ്ക്ക് മുങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. വളരെ പണിപ്പെട്ടാണ് നിന്നത്. അങ്ങനെ മണിക്കൂറുകൾ കൊണ്ട് അയാളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. ഏറ്റവും ദുഃഖകരമായ കാര്യം, ഇപ്പോഴും ആ മേഖലയിൽ മൂന്നോ നാലോ മൃതദേഹങ്ങൾ ഉണ്ട്. അഗ്നിശമന സേന ശ്രമിച്ചിരുന്നു, രക്ഷാദൌത്യ സംഘം ശ്രമിച്ചിരുന്നു. പക്ഷേ ആ മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ വലിയ രീതിയിലുള്ള ചതുപ്പുണ്ട്. ആ മൃതദേഹം പുറത്തെടുക്കുന്നതിൽ വളരെ ശ്രമകരമായിട്ടായിരുന്നു രക്ഷിച്ചത്. അതിനുശേഷം അവിടെ നിൽക്കുന്നത് തന്നെ പ്രത്യേകിച്ച് മുണ്ടക്കൈ ഭാഗമാണ്. ഉരുൾപൊട്ടി പറഞ്ഞ വാക്കുകൾക്കതീതമായ രീതിയിലുള്ള ഭീമാകാരമായ ദൃശ്യങ്ങളാണ്. ആ ദുരന്തത്തിന്റെ നേർക്കാഴ്ചയാണ് അവിടെ കണ്ടത്. അതായത് മുണ്ടക്കൈ ഭാഗത്ത് ഉരുൾപൊട്ടി, ആ ഉരുൾപൊട്ടിയതിന്റെ ഭാഗമായിട്ടുള്ള വലിയ കൂറ്റൻ പാറക്കല്ലുകളും ചെളിയും മറ്റും ഒലിച്ചെത്തിയാണ് ഈ പ്രദേശം ആകെ ഏറെക്കുറെ നക്കി തുടച്ചുകൊണ്ട് വീണ്ടും സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴി പോത്തുകലിലേക്കും മറ്റും മനുഷ്യരെയും മറ്റും എത്തിച്ചതെന്ന് നമ്മൾ കാണേണ്ടതാണ്.